ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുറവാണ് കൂട്ടുകാരെ. നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക, ഇഷ്ടമായാലും ഇല്ലെങ്കിലും ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ 2-3 സ്കിന്നിൻ്റെ, അതായത് ഇപ്പോൾ സാധാരണ ചർമ്മം, വരണ്ട ചർമ്മം, നോർമൽ സ്കിൻ, അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ, ഇങ്ങനെയൊക്കെയുള്ള സ്കിന്നിന്, മുഖക്കുരു വരുന്ന സ്കിന്നിനൊക്കെയുള്ള പറ്റിയ ഓയിലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഓയിൽ കയ്യിൽ കിട്ടുന്നത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. നല്ല രീതിക്ക് നമുക്ക് മുഖം നല്ല ക്ലെൻസിങ്, അതായത് നല്ല രീതിക്ക് നല്ല ഒരു എണ്ണമയം അല്ല, കുറച്ചുകൂടി നല്ലൊരു ഗ്ലേസിങ്ങിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓയിലുകൾ പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പോൾ ഓരോ ചർമ്മത്തിനും ഓരോ ഓയിലാണ്. അതായത് നമ്മൾ വാങ്ങുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇണങ്ങുന്ന ഓയിൽ ചേർന്ന സാധനങ്ങൾ വാങ്ങിച്ച് ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ ചർമ്മം, അതിന് ആപ്രിക്കോട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആപ്രിക്കോട്ടിൻ്റെ ഓയിൽ, അതുപോലെ തന്നെ ജോജോബ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ, പിന്നെ അതുപോലെ സൺഫ്ലവർ ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇതെല്ലാം നമ്മുടെ സാധാരണ ചർമ്മക്കാർക്ക് വളരെ യോജിച്ചതാണ്. അതേസമയം നമുക്ക് വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് അവക്കാഡോയുടെ ഓയിൽ, അതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അതുപോലെ സീഡെന്ന് പറഞ്ഞാൽ നമ്മൾ സീഡെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ റോസ് സീഡ് ഓയിൽ ഉണ്ട്. അതുപോലെ തന്നെ ആപ്രിക്കോട്ടിൻ്റെ ഓയിലുണ്ട്. ആപ്രിക്കോട്ട്, അതായത് സൺഫ്ലവറും ആപ്രിക്കോട്ട് ഓയിലും നമുക്ക് വരണ്ട ചർമ്മത്തിനും സാധാരണ ചർമ്മത്തിനും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും നല്ല ഞാൻ ഈ പറഞ്ഞ ഓയിലുകൾ വളരെ നല്ലതാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മുഖക്കുരു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് ജോജോബ ഓയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ഓയിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അർഗൻ ഓയിലൊക്കെ നിങ്ങൾ കേട്ട് കാണാൻ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടായിരിക്കും. അപ്പം അത് മുഖക്കുരു ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഗ്രേപ്പ് സീഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രേപ്പ് സീഡിൻ്റെ ഓയിലുണ്ട്. ആ ഓയിൽ മുഖക്കുരുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അതേസമയം സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് സൺഫ്ലവർ ഓയിൽ, ജോജോബ, അവക്കാഡോ, ഈ വക സ്വീറ്റ് ആൽമണ്ട്, ഇതെല്ലാം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യോജിച്ചതാണ്. ഇനി എണ്ണമയമുള്ള ചർമ്മമുള്ള ആൾക്കാർക്ക് നമുക്ക് അർഗൻ ഓയിൽ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. അതുപോലെ ഗ്രേപ്പ് സീഡ് ഓയിലും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. അതുപോലെ എണ്ണമയമുള്ള സ്കിന്നുകാർക്കും ഈ അർഗൻ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓയിലുകളെ കുറിച്ച് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഞാൻ കുറേ ഓയിലിൻ്റെ പേര് പറയും. അപ്പം നിങ്ങൾ പറയും ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയും. പക്ഷെ ഇങ്ങനെ കുറച്ച് ഓയിലുകളുണ്ട്, നമ്മുടെ സ്കിന്നിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഓയിലുകൾ. ഈ ഓയിലുകൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏത് രീതിയിലുള്ള സ്കിൻ ഡിസീസുകൾ വന്നാലും നമുക്കത് ചെറുത്ത് നിൽക്കാനും മുഖത്തിന് സൗന്ദര്യവും ഭംഗിയും കൂട്ടാനും എല്ലാം ഈ ഓയിലിനെ കൊണ്ട് കഴിയും. അപ്പോൾ കൂട്ടുകാർ അവരവരുടെ സ്കിന്നിൻ്റെ രീതി അനുസരിച്ചിട്ടുള്ള ഓയിൽ സജക്റ്റ് ചെയ്ത ശേഷം അത് വാങ്ങി യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഓയിലെല്ലാം മാറി യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് വളരെ നല്ല റിസൾട്ടാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാവുന്നതാണ്. ടാറ്റാ ബൈ.